പേരാണ്. കാലം കഴിഞ്ഞപ്പോൾ നാട്ടുകാർ അതിനു മുൻപിൽ ഒരു ബഹുമതിയും കൂടി വെച്ചിരുന്നു. കള്ളൻ പഴുക്കൻ. എന്നെ ആദ്യമായി കള്ളൻ എന്ന് വിളിച്ചത് എന്റെ അമ്മയാണ്. കള്ളൻ, അവന്റെ കള്ളൻ തിരികണ്ടോ? പിന്നെ അച്ഛനേറ്റെടുത്തു. ഞാൻ തിരിച്ച് 3 മാസം ജാതകം മേടിക്കാൻ പോയപ്പോൾ സമയം അത്ര സുഖമല്ലല്ലോ. അമ്മ കണ്ടത് ചോരയുടെ ലക്ഷണം. ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് അഴിമതിയെ പറ്റിയുള്ള ഒരു മോണോക്റ്റാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സജീവൻ. ഇന്ന് നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും മാറാൻ പോവുകയാണ്. ഇലക്ഷൻ വരികയല്ലേ, എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യുക. ഈ നാടിന്റെ മുഖം മാറ്റുന്നതിൽ നിന്ന് ആർക്കും എന്നെ തടയാൻ കഴിയില്ല. സർ, ഞാനൊരു ജേർണലിസ്റ്റ് ആണ്. ഈ നാട്ടിൽ ആകെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണുള്ളത്, ബാക്കിയെല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലും. അവിടെ പാവപ്പെട്ടവർക്ക് പോയി കാണിക്കാൻ ഉള്ള അവസ്ഥയല്ല, അവിടെ വളരെയധികം പൈസയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിൽ എന്ത് നടപടിയെടുക്കാനാണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ആദ്യം എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിക്കും. ഞാൻ അപ്പോൾ നിങ്ങൾക്ക് 10 അല്ല 15 അല്ല 20 ഹോസ്പിറ്റൽ വേണമെങ്കിലും പണിഞ്ഞു തരാം. ഞങ്ങളുടെ കാണാവഴികളും ജീവിതം ദുഃഖപൂർവ്വമാക്കിയ ഓരോ ദിവസം വേണ്ടി ഞാനിവിടെ ഈ കൊച്ചുമോനാക്കി സമർപ്പിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. 14 വയസ്സുകാരിയെ ദുരൂഹമരണം നാടും നാട്ടുകാരെയും വിറപ്പിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്? വിദ്യാഭ്യാസത്തിലും കലകളിലും ഒന്നാമതായി നിൽക്കുന്ന ആ കുട്ടി എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? എന്തോ ഒരു പരിപാടിയുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. വരും ദിവസങ്ങളിൽ ഇതിനുള്ള ഉത്തരം ലഭിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അവരുടെ പെരുമാറ്റത്തിൽ വളരെ മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. എനിക്കെന്തോ പറയുന്നതെന്ന് അറിയില്ല. കുഞ്ഞോളം വെച്ചതും വൈകിട്ടാണ് തിരിച്ചുണ്ട്. ഓനും കൂടി പോയാൽ നമുക്ക് പിന്നെ ആരല്ലേ? ഞാനും ശ്രദ്ധിക്കണം സ്ഥലമാറ്റം. പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ സംസാരിക്കുന്ന വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഒന്നും പറഞ്ഞായിരുന്നത്. നമുക്ക് അതിനൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാം. നമുക്ക് അവരെ ഇങ്ങോട്ടേക്ക് വിളിക്കാം. അതാണ് നല്ലത്. ആ വിഷ്ണു, ആരെയും തിരക്കിട്ട് വിളിക്കുന്നത്? ഞാനായിരിക്കും വിളിച്ചു. ഇങ്ങോട്ടാ. ചൂടാവല്ലേ, നമുക്ക് സംസാരിക്കാം. ഞാൻ ആരോടും സംസാരിക്കും. നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് സമയമില്ല. വിഷ്ണു, നീ ഇങ്ങനെ ചൂടാവാതെ. എന്റെ അനിയത്തിയുടെ മാന്യപ്രദത്തിന് വന്ദനം. ഞാൻ പവിത്രൻ. എന്നെ ഈ നാട്ടുകാർ കള്ളൻ പവിത്രൻ എന്നാണ് വിളിക്കാറുള്ളത്. ആദ്യമായി എന്നെ കള്ള എന്ന് വിളിച്ചത് എന്റെ അമ്മ തന്നെയാണ്. അതിനുശേഷം ഞാൻ ജനിച്ചതിന് 3 മാസം അച്ഛൻ എന്റെ ജാതകം എഴുതിക്കാൻ പോയി. അന്ന് ആ ജ്യോത്സ്യം പറഞ്ഞത് എന്റെ ജാതകം വളരെ മോശമാണെന്നും ഭാവിയിൽ അമ്മയുടെ അന്യനാകുമെന്നുമാണ്. അതോടെ അച്ഛൻ എന്നെ കള്ള എന്ന് വിളിച്ചു. അതിനുശേഷം നാട്ടുകാരത് ഏറ്റെടുത്തു. ദേവികേ, ദേവികേ, നീ എന്റെ പേഴ്സിലുള്ള 1000 രൂപ കണ്ടിരുന്നു? ഇല്ല. എന്താ? അപ്പൊ അവൻ തന്നെയായിരിക്കും എടുത്തത്. പൈസ എടുക്കുക. അയ്യോ, അടിക്കില്ലേ, ഞാൻ എടുത്തിട്ടില്ല എന്നെ അച്ഛനാണ് ആദ്യം എന്നെ കള്ളനെന്ന് ആക്കിയത്. പിന്നീട് എനിക്ക് 15 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായി പോലീസ് സ്റ്റേഷനിൽ കയറിയപ്പോൾ പിന്നെ എന്ത് മോശം നടന്നാലും അതിന്റെ ഉത്തരവാദി ഞാൻ തന്നെയായിരിക്കും. എന്റെ നിരപരാധിത്വം തെളിയിച്ചത് ആകെ ഒരു ചായക്കടക്കാരൻ ഇക്കയാണ്. ആ ചായക്കടക്കാരൻ ഇക്ക ഒരു കൊലപാതക കേസിൽ 8 വർഷം ജയിലിൽ വന്നിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ പറഞ്ഞ ബോംബെയിലോ മുംബൈയിലോ എവിടെ പോയിട്ട് ജീവിച്ചോളൂ. നിർമ്മല നീ
പഞ്ചതന്ത്രം കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലെ മകളെ പഞ്ചവടിയിലെ സീതപ്പെണ്ണിനെ മഞ്ചലിലാട്ടി കഥ പറയൂ മഞ്ചലിലാട്ടി കഥ പറയൂ പഞ്ചതന്ത്രം കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലെ മകളെ പഞ്ചവടിയിലെ സീതപ്പെണ്ണിനെ മഞ്ചലിലാട്ടി കഥ പറയൂ മഞ്ചലിലാട്ടി കഥ പറയൂ കഥ പറയാൻ വന്ന കിളിമകൾ കേട്ടപ്പോൾ കണ്ണിലയോരോ ഇല്ല, അയാൾ കഴിയില്ല. കരയാൻ കഴിയില്ല അയാൾക്ക്. ദുഷ്ടനാകൻ ദുഷ്ടൻ ഇരിക്കുന്നത് കണ്ടില്ലേ? തച്ചനാണത്രേ തച്ചൻ. കൂടെ പെൺമോനെ തച്ചനങ്ങനെ ചെയ്യില്ല. അയാൾ അതും ചെയ്യും, അതിനപ്പുറം ചെയ്യും. മരങ്ങൾ ഒളികൊണ്ടു കുത്തി മനസ്സ് മരവിച്ചു പോലല്ല. നിന്റെ മോൻ പോയതിലല്ല, നിന്റെ മോളോട് സങ്കടം കാണേണ്ടി വന്നതിനാ എനിക്ക്. താനേ അത് ചെയ്യും. സ്വന്തം മോൻ തന്നെ കേവലാതിന്റെ കരുതലാണോ എനിക്ക്? ഹേമാവിന്റെ ഞാൻ പേര് ശശന്റെ മകൻ. നമ്പ്യമാരും വേലന്മാരും പറയുന്നത് മാത്രമല്ല സത്യം. അന്ന് രാത്രി അങ്ങനെ വിദ്വേഷം എന്തട്ടെ നമ്മുടെ പെൺതന്റെ മകൻ അച്ഛനിട്ടൊന്ന് പൊട്ടിച്ചോ. എന്താ മുഖത്താണോ തായി പറയുന്നത്? നാടുമോളം തൊപ്പായിക്കുന്ന സത്യനെ അവൻ അടിച്ചുവോ? വിദ്യസം നമ്മുടെ കാലത്തിങ്ങനെ ഒരുപാട് അടിച്ചില്ലായിരുന്നോ? ആ പാവ നമ്മുടെ ദേശത്തിന്റെ അഭിമാനമാണ്. ഞാനത് ചെയ്തില്ല. ഇനി നിങ്ങൾ പറയൂ, എന്താണ് ശരി, എന്താണ് തെറ്റ്? നന്ദി, നമസ്കാരം. സ്ത്രീയാധനം സമകാലിക കേരള സാഹചര്യത്തിൽ സ്ത്രീധനവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ആത്മഹത്യകളും വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ നിമിഷത്തിൽ എത്ര കാലായി എന്റെ മോളെ ദൈവത്തങ്ങത്തും. ചേട്ടാ ഇത് നോക്കിക്കേ, എന്റെ നോക്കി എന്റെ അമ്മയുടെ അതേ കണ്ണുകളാ. നീ എന്തുവായി പറയുന്നേ? അതെ, എന്റെ അമ്മയുടെ കണ്ണുകളാണ്. നിങ്ങളുടെ അമ്മയുടെ കണ്ണുകളൊന്നല്ല, ഇതേ എന്റെ അമ്മയുടെ സുന്ദരമായ കണ്ണുകളാണ്. അതെന്റെ അമ്മയുടെ കണ്ണന്നെയാണ്. നമുക്ക് നമ്മുടെ മോളെ വളർത്തി വലുതാക്കി ഒരു ഡോക്ടർ ആക്കാം. മകൻ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഈ അച്ഛനൊരു അഭിമാനം തന്നെയല്ലേ? അല്ലേ? വേണ്ട, വലുതായിട്ട് അവൾ തന്നെ തീരുമാനിച്ചോട്ടെ. അതുവരെ ചുറ്റുമുള്ള കഴിവിൻ കണ്ടുകളിൽ നിന്നും നമുക്ക് അവളെ സംരക്ഷിക്കാം. ഒരു പെൺകുട്ടി വളർന്നിരുന്ന വീടാണ് ആർക്കും പറയോ? അതെങ്ങനെയാ? ആൺകുട്ടിനെ വളർത്തുന്ന പോലെയല്ലേ ഇവിടെ എന്താ മനുഷ്യന് രാവിലെ തന്നെ കണ്ണു കുറ്റം വന്നോളൂ. നിങ്ങൾ ഒരു കേസിൽ പിന്നെ അടച്ചോ അടക്കാതെയോ വീട്ടിൽ പോലാണ്. അതിനെന്താ ഇന്നുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ. ഇതേ കറിനെ കുറിച്ച് ജ്യൂസാ രാജേഷനെ ഫീസാ ഒരേ മാസം പുതിയ ബൈക്ക് വെച്ചിട്ടുണ്ട്. എന്തിനുണ്ട്? 14 രൂപയുള്ള നടക്കുന്നായോ? അത്രയല്ല, ശേഷിയുടെ മൂത്രരൂപമാണ് ഈ അഴിച്ചുമുടിയുമായി ദ്രൗപദിയെ പോലെ. എന്നും എക്കാലവും എല്ലാ പുരുഷാധികാരത്തിന്റെയും എല്ലാ അധർമ്മങ്ങളുടെയും എല്ലാ യുദ്ധങ്ങളുടെയും കുരുക്ഷേത്രഭൂമിയിൽ ഞാൻ കാത്തിരിക്കും. അവസാനത്തെ ദുശാസനം അവസാനിക്കും വരെ.
അവതരിപ്പിക്കാൻ പോകുന്നത്. നീ കൊള്ളോറിൽ നിന്ന് കാല് വെച്ച് വീണെന്ന് നീരോട്ടി പറഞ്ഞു. കാല് എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലൊക്കെ പോയി. നല്ല നീരുണ്ടെന്നാ പറഞ്ഞേ. അധിക ദൂരമൊന്നും നടക്കാൻ കഴിയില്ല. അങ്ങനെ ഡോക്ടറും പറഞ്ഞു. നീരോട്ടി വേഗം വരണേ. ആ അമ്മ ഞാൻ ഇപ്പൊ വരാം. അമ്മയ്ക്ക് കഴിക്കുന്ന കണ്ടപ്പോ ഞാൻ ഓടി വന്നതാ. ഒരു തോണി തോണിക്ക് മുത്തിന്റെ പങ്കായം തോണിപ്പടിയെല്ലാം മാണിക്യം തോണിക്ക് മുത്തിന്റെ അണിയത്തിരുന്ന തുലയണതോ അണിയം പോലൊരു കടവത്തൊരു തോണി ഏലേലം തോണി ആലോലം തോണി ഏലേലം ആലോലം പൊന്നോണി തലമരത്തിലായി താമസമാണ് തങ്കച്ചുള്ള കൂട്ടുകാരി തലമരത്തിലായി താമസമാണോ തങ്കച്ചുള്ള കൂട്ടുകാരി കൂട്ടാതെ എത്രനാളിങ്ങനെ കാത്തിരിക്കും മരുനാശം വന്നല്ലേ തലമരത്തിലായി ആരല്ലേ
വയനാടൻ കുന്നുകളെ മലയാള വയനാടൻ കുന്നുകളെ മലയാള കണ്ടുവിട്ടു
മലർവാടിച്ചൂടുന്ന മലയോര ഭൂമികളെ വയനാടും കുന്നുകളെ മലയാള വയനാടും കുന്നുകളെ ഇതിഹാസത്തേരുണ്ട വീതികൾ ഈ നാടിൻ ശക്തി കണ്ട വീതികൾ പാടിവരും പാനരുതി തേടിവരും കാറ്റരുതി ആനന്ദ മധുമാസ മഞ്ജരി മണ്ണിന്റെ മാറി മുഖത്തിൽ തുറന്നാൽ ഭാരത രാവിലെ ദിവസമായി മണ്ണിന്റെ മാറി മുഖത്തിൽ തുറന്നാൽ ഭാരത രാവിലെ ദിവസമായി പകലില്ലാലക്ഷ്യം ആകെ മറന്നൊന്ന് ചന്ദ്രചന്ദ്രനിൽ മുങ്ങിനിവർന്നു പഞ്ചതന്ത്രം കടമറയാൽ വന്ന പഞ്ചവൻ കാട്ടിലെ കിളിമകളെ പഞ്ചതന്ത്രം